നീതു എന്നൊരു ഭക്ത നീതുവിൻ്റെ അമ്മയ്ക്കായിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. അമ്മയ്ക്ക് ഒട്ടും നടക്കാൻ വയ്യ, അതുകൊണ്ട് തന്നെ കുറച്ച് നാളുകളായിട്ട് യാത്രകളൊന്നും ചെയ്യാറില്ല. ഗുരുവായൂർക്ക് തന്നെ വന്നിട്ട് കുറച്ച് വർഷങ്ങളായി എന്ന് പറഞ്ഞു. അപ്പോൾ യൂട്യൂബിൽ ഗുരുവായൂരത്തെ വീഡിയോസൊക്കെ കാണുമ്പോൾ അമ്മയ്ക്കൊരു ആഗ്രഹം ഗുരുവായൂരപ്പനെ വന്നിട്ട് ഒന്ന് കണ്ട് തൊഴുകാന്നുള്ളത്. പക്ഷെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് വലിയ സങ്കടത്തോട് കൂടിയിട്ടാണ് നീതുവിൻ്റെ അടുത്ത് പറയുന്നത്. ഗുരുവായൂരപ്പനെ കാണണമെന്നുണ്ടെങ്കിൽ ഗുരുവായൂരപ്പൻ തന്നെ വിചാരിക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ നീതുവിന് വലിയ വിഷമമായി. അങ്ങനെ അവർ വരാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഇവിടെ വീൽ ചെയർ സംവിധാനം ഉണ്ടെന്ന് നീതു അന്വേഷിച്ചപ്പോൾ മനസ്സിലായി. അപ്പോൾ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതായത് ഇവിടെ മുൻകൂട്ടി നമ്മൾ ബുക്ക് ചെയ്യണോ, ഇവിടെ വന്നിട്ട് ഷീട്ടാക്കണോ, എവിടേക്കാണ് വരേണ്ടത് എന്നാണ് നീതു ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ പല ഭക്തരുടെ അടുത്തും സംസാരിക്കുന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഗുരുവായൂർ വന്ന് തൊഴണമെന്നുണ്ടെങ്കിൽ ഗുരുവായൂരപ്പൻ തന്നെ വിചാരിക്കണം എന്നുള്ളത്. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. നമ്മളിപ്പോഴും വരണം എന്നുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഒരു പടി മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ സമയത്തും ഗുരുവായൂരപ്പൻ നമ്മുടെ കൈപിടിച്ച് ഇവിടെ എത്തിച്ചിരിക്കും. അത്രയും ഭക്തവത്സലനാണ് ഗുരുവായൂരപ്പൻ. എപ്പോഴും നമ്മുടെ മനസ്സിൽ ആ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം. എത്രത്തോളം ഭക്തർ ഗുരുവായൂരപ്പനെ വന്ന് കാണുന്നുണ്ടോ അത്രയും സന്തോഷത്തിൽ ആ ഗുരുവായൂരപ്പൻ ഇരിക്കാം. അപ്പോൾ ആ ഒരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വരാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ നീതു ചോദിച്ച ഒരു ചോദ്യം, വീൽ ചെയർ സംവിധാനം അവൈലബിൾ ആണ്. അതിനുവേണ്ടി നമ്മൾ പടിഞ്ഞാറേ നടയിലേക്കാണ് കേട്ടോ വരേണ്ടത്. മുൻകൂട്ടി ബുക്ക് ചെയ്യോ ഷീട്ടാക്കോ ഒന്നും വേണ്ട. ഇവിടെ പടിഞ്ഞാറേ നടയിൽ വന്നിട്ട് അവിടുത്തെ കാവൽക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ സംവിധാനം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും കേട്ടോ.